ഹായ് ഓൾ, എല്ലാവർക്കും ക്വസ് പി എസ് സി ഹസൽ പി വൈക്യൂവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 107/2025 ഡ്രൈവർ, സെക്യൂരിറ്റി ഗാർഡ്, ഫോറസ്റ്റ് ഡ്രൈവർ തുടങ്ങിയ തസ്തികകളിലേക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു എക്സാമിൻ്റെയാണ്. ഇതിലെ ഒരു 75ഓളം ചോദ്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ചോദ്യം 2, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കെ പി കേശവമേനോൻ്റേതായിരുന്നു? കഴിഞ്ഞ കാലമായിരുന്നു. കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം 3, ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപമേത്? കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. ഭരതനാട്യം ഏതിൻ്റെയാണ്? ഭരതനാട്യം തമിഴ്നാടിൻ്റെ നൃത്തരൂപമാണ്. കഥകളി കേരളത്തിൻ്റെ. കഥകളി, മോഹിനിയാട്ടം കേരളത്തിൻ്റെ നൃത്തരൂപങ്ങളാണ്. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ജി ശങ്കരക്കുറുപ്പ്. 1961 മുതലാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത്. 1965 മുതൽ നൽകി തുടങ്ങിയിരുന്നു. ആദ്യം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിനാണ്. ജ്ഞാനപീഠം അവാർഡ് ആദ്യം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിനാണ് 1965. ഏതായിരുന്നു കൃതി? ഓടക്കുഴൽ. ഓടക്കുഴലിനാണ് ജി ശങ്കരക്കുറുപ്പിന് കിട്ടിയത്. 1980 എസ് കെ പൊറ്റക്കാടിനായിരുന്നു രണ്ടാമതായിട്ട് കിട്ടിയത്. ഏത് കൃതിക്ക് വേണ്ടിയിട്ടായിരുന്നു? ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എസ് കെ പൊറ്റക്കാടിന് 1980 കിട്ടിയത്. പിന്നീട് 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കിട്ടിയിരുന്നു. അന്നു മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകിയിരുന്നത്. 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കും 1995 MT വാസുദേവൻ നായർക്കും 2007 ONV കുറുപ്പിനുമാണ് ലഭിച്ചത്. ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്നത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ഏറ്റവും അവസാനം കിട്ടിയ മലയാളി 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് CP രാമസ്വാമി അയ്യറാണ്. ആരാണ്? CP രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പേഴ്സൺസ് ഓഫ് ജീസസ്, തുഹഫത്തുൽ മുവാഹിദീൻ തുടങ്ങിയവ രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ് രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ? സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലെയും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലെയും രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. ഓക്കെ, ഭഗവത്ഗീതയെ ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഭഗവത്ഗീതയെ ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. എന്നായിരുന്നു? 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു? 1947 ജൂൺ 12. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20. ഓക്കെ, അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടത്തിയത് ആരായിരുന്നു? കേഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലായിരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ EMSൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ 1959 നടന്നതാണ് വിമോചന സമരം. ചോദ്യം 11, നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി ഭാഷയിലായിരുന്നു. എന്താണ് ആത്മകഥയുടെ പേര്? മൈ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് ട്രൂത്ത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഓക്കെ, ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ദേശസ്നേഹികളുടെ രാജകുമാരൻ. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസും രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗുമാണ്. ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ്? മിനുക്ക്. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. ഏതൊക്കെയാണ് കഥകളിയിലെ വേഷങ്ങൾ? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ച നായക വേഷങ്ങളെയും, അതായത് സാത്വിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് പച്ച. കത്തിയാണെങ്കിൽ ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് കത്തി. കരിയാണെങ്കിലോ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് കരി.
താടിയാണെങ്കിൽ 3 തരം താടികളാണ്: വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. വെളുത്ത താടി അമാനുഷികരെ അവതരിപ്പിക്കുന്നതാണ്. ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതും, കറുത്ത താടിയാണെങ്കിൽ വേടന്മാരെയും നായാട്ടുകാരെയുമാണ് അവതരിപ്പിക്കുന്നത്. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ്? മിനുക്ക്. അടുത്ത ചോദ്യം: 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. എന്നാണ് 1978. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഏകീകൃത സിവിൽ കോഡ്, DPSPക്കകത്ത് ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 44. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പരിസ്ഥിതി സംരക്ഷിക്കുവാനും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യങ്ങളിലെയും വനങ്ങളിലെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്നുള്ളതാണ് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, ഇതെല്ലാം വരുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ്, മൗലിക കടമകളിലല്ല. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനയുടെ ഏതവകാശത്തെയാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 32. ചോദ്യം 20: ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധവുമായുള്ള വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം, അതാണ് ഉദ്ദേശിക്കുന്നത് 21A. പിന്നെ ഇവിടെ പറയുന്നുണ്ട് മൗലിക കടമകളിൽ ആർട്ടിക്കിൾ 51K പറയുന്നുണ്ട്, 51A പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം: നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേതെന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? മഹാത്മാഗാന്ധിജിയുടേതാണ്. അടുത്ത ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. 24. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാരാണ്? ഓപ്ഷൻ ഡി, KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? KN രാജാണ്. KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ വരെയായിരുന്നു? 1951 മുതൽ 56 വരെ ഉണ്ടായിരുന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിൻ്റെ മുഖ്യ ശില്പി അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് എന്നൊക്കെ പറയുന്നത് ആരാണ്? KN രാജാണ്. ഓക്കെ, KN രാജിനെയാണ് മുഖ്യ ശില്പി, ആർക്കിടെക്റ്റ് എന്നൊക്കെ പറയുന്നത്. അടുത്ത ചോദ്യം: അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് കമ്പനിയാണ്? അമൂലിൻ്റെ ആണല്ലേ, അമൂൽ. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? ഥാർ മരുഭൂമിയാണ്, ഥാർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ്, ലക്ഷദ്വീപ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത്? കറുത്ത മണ്ണ്. നമ്മൾ കറുത്ത പരുത്തി മണ്ണെന്ന് പറയും അല്ലേ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. ഓപ്ഷൻ സി, പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും ഏറ്റവും വലിയ നദി ഏതാണ്? ഭാരതപ്പുഴയുമാണ്. ചോദ്യം 32: സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായലിൽ നടക്കുന്നതാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. ആറന്മുള വള്ളംകളിയും ചമ്പക്കുളം വള്ളംകളിയും നടക്കുന്നത് പമ്പ നദിയിൽ നടക്കുന്നതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ചമ്പക്കുളം വള്ളംകളിയും. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി സാധാരണയായി നടക്കുന്നത്. ഇതിൻ്റെ ആദ്യകാല നാമം ഏതായിരുന്നു? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ആദ്യകാല നാമം. ഓക്കെ,
പിന്നെ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അച്ചൻ കോവിലാറിൽ നടക്കുന്നതാണ് മദർ തെരേസ വള്ളംകളി. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് വെള്ളായണിക്കായൽ നടക്കുന്നത് അയ്യങ്കാളി വള്ളംകളി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ് അല്ലേ? കൊല്ലം ജില്ലയിലെ കന്നേറ്റിക്കായലിൽ നടക്കുന്നതാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. എന്നാൽ ശ്രീനാരായണ ജയന്തി വള്ളംകളിയാണെങ്കിലോ കുമരകത്ത് നടക്കുന്നതാണ് കുമരകം. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്ന്. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചിയിലാണ്, കൊച്ചി. ഓക്കെ, അടുത്ത ചോദ്യം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്, ഇടുക്കി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത് എവിടെ? കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O രക്തഗ്രൂപ്പാണ്. O രക്തഗ്രൂപ്പിനെയാണ് സാർവത്രിക ദാതാവ്, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തിയാണ് ഡയഫ്രം. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏതാണ്? ഡയഫ്രം. ചോദ്യം 43. താഴെ തന്നിട്ടുള്ളവയെ ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ബിയും സിയും. വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് ബിസിയാണ് അല്ലേ? ബി, സി. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസോ? അടയ്ക്ക്. എ, ഡി, ഇ, കെ. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ബി, സി വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ്. അടുത്ത ചോദ്യം. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. ശരിയായത് ഓപ്ഷൻ ബി 1ഉം 2ഉമാണ്. അയോഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്കാണ്. അയോഡിൻ ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്. സോഡിയം ആണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിനാണ്. സോഡിയം. കാൽസ്യം എല്ലുകളുടെ രൂപീകരണത്തിന്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. മലമ്പനി പകർത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് പെൺകൊതുക് അല്ലേ? അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. സുകൃതമാണെങ്കിൽ ക്യാൻസർ രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നേരത്തെ രോഗം കണ്ടുപിടിക്കുന്നതിനും ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുകൃതം പദ്ധതി. ആരാണ് സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ? മമ്മൂട്ടിയാണ്. ആശ്വാസകിരണം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ബന്ധുക്കൾക്ക് 600 രൂപ മാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഓക്കെ, അടുത്ത ചോദ്യം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം. പ്രമേഹവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പദ്ധതികളുണ്ട്? മുതിർന്നവർക്ക് വേണ്ടിയിട്ട് വയോമധുരം പദ്ധതിയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്ററൊക്കെ വിതരണം ചെയ്യുന്ന മിഠായി പദ്ധതിയുമുണ്ട് പ്രമേഹവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ക്ഷയവുമായി ബന്ധപ്പെട്ടത് അശ്വമേധം പദ്ധതി. അടുത്ത കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വേണ്ട. ചോദ്യം 73. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ബാറ്ററിയിൽ. വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് തരമാണ്? കോൺവെക്സ് മിററാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. വാഹനത്തിൽ രാസോർജം ഗതികോർജമാക്കി മാറ്റുന്ന സംവിധാനം ഏതാണ്? എൻജിൻ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമില്ല. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മളെ ചാനലിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമല്ല SCERT ക്ലാസ്സസും നൽകി വരുന്നുണ്ട്. അപ്പം അഞ്ചാം സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ഒരു 5 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. ഞാനിവിടെ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.